മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി കഴിച്ച വഴിപാട് രസീത് പുറത്തു വന്നതിനെക്കുറിച്ച് വലിയൊരു വിവാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് കൈമലർത്തിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് പറയുന്നത് ഭക്തന് നൽകിയ രസീതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്, അല്ലാതെ ദേവസ്വം ബോർഡ് സൂക്ഷിച്ച രസീതിന്റെ കോപ്പി അല്ല എന്നുള്ളത്. ഈ ആർക്കൊക്കെ വഴിപാട് നടത്തുന്നു എന്നുള്ളത് ദേവസ്വം ബോർഡ് ഈ കൊട്ടിഘോഷിച്ചൊന്നും നടക്കുന്നില്ല. അവരങ്ങനെ ചെയ്യാറുമില്ല. കാരണം അത് ഷീട്ടാക്കുന്ന അവസരത്തിൽ അതിൻ്റെ ഒരു ഭാഗം, ഒരു രസീതിൻ്റെ അത് ഭക്തൻ്റെ കയ്യിൽ കൊടുക്കും. അത് ശ്രീകോവിലേക്ക് പോയിട്ടാണ് അതിൻ്റെ അർച്ചനയോ എന്താ വഴിപാടെന്ന് പറഞ്ഞാൽ നടത്തിയിട്ട് അതും പ്രസാദവുമായിട്ടാണ് തിരികെ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു കൗണ്ടർ ഫോയിൽ മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ കയ്യിലിരിക്കുന്നത്. അവരിതെടുത്തുകൊണ്ട് നടന്നൊന്നും കാണിക്കുന്നില്ല. പിന്നെ മോഹൻലാലിനെ പോലുള്ള ഒരാൾ, ഒരു വലിയ ചലച്ചിത്ര നടൻ, അവിടെ ചെന്ന് എന്താ വഴിപാട് നടത്തിയത്, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വഴിപാട് എന്നൊക്കെ ദേവസ്വം ബോർഡുകാരോട് പത്രപ്രവർത്തകർ അന്വേഷിക്കും. അപ്പോൾ അവർ പറയും ഇങ്ങനെ ഒരു അർച്ചന നടത്തി, അത് ആരുടെ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ മമ്മൂട്ടിയുടെ പേരിലും ആണ് എന്നറിഞ്ഞു. അത് വെച്ചും കൊടുത്തു. അല്ലാതെ ദേവസ്വം ബോർഡ് അതിന്റെ രസീതിന്റെ കോപ്പി വല്ലതും ഇവരെ കാണിക്കും. അല്ല, രസീത് ഭക്തന് നമുക്ക് കിട്ടുന്ന വഴിപാട് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന കോപ്പിയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അത് പോയത് ഈ മോഹൻലാലിന്റെ വശത്ത് നിന്നാണ് പോയിരിക്കുന്നത്. അതിപ്പോ മോഹൻലാൽ എടുത്തുകൊണ്ട് നടന്ന് കാണിക്കല്ലേ. മോഹൻലാലിന്റെ കൂടെ കുറച്ച് പുങ്കവന്മാർ പോയിട്ടുണ്ടല്ലോ കെട്ടി എഴുന്നള്ളിച്ച്. അത് ഒരു ആനയെ എഴുന്നള്ളിച്ച് വരുന്ന മാതിരിയല്ലേ വരുന്ന വരവും ഒക്കെ. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, ഈ ദേവസ്വം ഈ പത്മശ്രീ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിന് ഈ ഇത്തരത്തിലുള്ള ഒരാൾ വരുമ്പോൾ എതിരേറ്റ് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു എത്രയോ ചലച്ചിത്ര നടന്മാരവിടെ വന്നു പോകുന്നുണ്ട്. ഞാനെല്ലാവരും നടനായിട്ടാണ് കാണുന്നത് കേട്ടോ. നടിക്കുന്നവൻ നടൻ, നടിക്കുന്നവൾ നടി, അല്ലാതെ എന്താ സ്റ്റാറാണ്. സ്റ്റാർ എന്ന് പറയുന്ന ഒന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ല. നടനാണ്. തിലകനാരാ? തിലകൻ നടനാണ്. തിലകൻ അഭിനയ ചക്രവർത്തി എന്ന് വേണേൽ പറയാം. എത്രയോ സിനിമാ നടന്മാരങ്ങനെ വന്നു പോകുന്നുണ്ടെന്നറിയാമോ? ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ. ബിജു മേനോൻ അവിടെ സാധാരണ ഭക്തരോടൊപ്പം തന്നെ ക്യൂ നിന്ന് കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ആരെങ്കിലും പോലീസുകാരുടനെ ഇത് കണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രത്യേകം ആ ക്യൂവിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി അപ്പുറത്തെ വഴി കൂടെ ദർശനം സൗകര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മോഹൻലാൽ വന്നു, ശരി ആയിക്കൊള്ളട്ടെ, ഏതായാലും ഒരു തീർത്ഥാടന കാലത്തല്ല വന്നത്. അതുകൊണ്ട് പിന്നെ മറ്റ് ഭക്തർക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. പിന്നെ ഇത് ആർക്ക് വേണമെങ്കിലും വഴിപാട് നടത്താം. എനിക്ക് നാളെ അവിടെ പോയി മോഹൻലാലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടോ ഒക്കെ വഴിപാട് നടത്താം. എത്രയോ പേരങ്ങനെ ചെയ്യുന്നുണ്ടെന്നറിയാമോ? അതെന്താ പുറത്തു വരാത്തത്? ഇപ്പം മോഹൻലാൽ ആയതുകൊണ്ട് അത് പുറത്തു വന്നു. എത്രയോ പേര് മമ്മൂട്ടിക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം നാളെ പോയി നോക്കിക്കോ, മമ്മൂട്ടിയുടെ നാളെന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഈ നാട്ടിൽ കുറേ ഫാൻസ് അസോസിയേഷൻകാരൊക്കെ ഇല്ലേ? ഈ ഫാൻസ് അസോസിയേഷൻകാരെന്നൊക്കെ പറയുന്നത് ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്, പൈസ കൊടുത്ത് ഇരുത്തിയിരിക്കുന്നതാണ്. മമ്മൂട്ടിയുടെ ഫാൻസ്, മോഹൻലാലിന്റെ ഫാൻസ്. സാർ പറഞ്ഞ കറക്റ്റാണ്. എത്രയോ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവര് ഹിന്ദു അമ്പലങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുക്കളും മുസ്ലിം പള്ളികളിൽ വഴിപാടുകളൊക്കെ നടത്താറുണ്ട്. അവരുടെ നേർച്ചകൾ ചെയ്യാറുണ്ട്, മെഴുകുതിരി കത്തിക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ ഒരു ഒത്തൊരുമയുടെ. മോഹൻലാലിന്റെ ഏതോ ഒരു സിനിമ അല്ലെ, എമ്പുരാൻ പുറത്തു വരുന്നു. അതിനുവേണ്ടി ഇപ്പോഴേ ചിലപ്പം എത്രയോ ആരാധകന്മാർ, തലയ്ക്ക് ഭ്രാന്ത് മൂത്ത് നിൽക്കുന്ന ആരാധകന്മാരില്ലേ, ഇപ്പോഴേ പാലഭിഷേകം നടത്താൻ റെഡിയായിട്ടിരിക്കുകയാണ്. വീട്ടിൽ ഒരു കവർ പാല് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാത്തവനാണ് കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തുന്നത്, അറിയാമോ? അങ്ങനെ എത്ര പേരുണ്ട്. ഈ ഫാൻസ് അസോസിയേഷനൊക്കെ ഇവർ വെച്ചിരിക്കുന്നതാണ്. ഇവർക്കൊക്കെ അതിൻ്റെ പൈസ ചെല്ലുന്നുണ്ടെന്ന്. എത്രയോ അസോസിയേഷൻകാരുണ്ട് അല്ലേ? രജനീകാന്തിന് ഒക്കെ ഉണ്ട്. അമ്പലങ്ങൾ തന്നെ പണിയിച്ചിട്ടുണ്ടോ തമിഴ്നാട്ടിലൊക്കെ? ഖുശ്ബൂനും ഏതായാലും അതില്ല. അപ്പോൾ ആർക്കും ആരുടെ പേരിലും വഴിപാട് നടത്താം. ഇപ്പോൾ എത്രയോ നേതാക്കന്മാരുടെ പേരിൽ അണികൾ വഴിപാട് നടത്തുന്നുണ്ട്. അത് പുറത്തു വരുന്നില്ലല്ലോ എല്ലാം. ഇതിപ്പോൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയത് ഒരു
നടൻ മറ്റൊരു നടന് വേണ്ടി, മലയാളത്തിലെ പ്രഗത്ഭരായ ഒരു നടൻ മറ്റൊരു പ്രഗത്ഭനായ നടന് വേണ്ടി വഴിപാട് നടത്തി. അതും മമ്മൂട്ടിക്ക് ഒരു രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് അത് കണ്ടെത്തിയതിന് പിന്നാലെയും കൂടിയാണ്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ വാർത്തയായത്. അല്ലെങ്കിൽ നേരത്തെ മോഹൻലാൽ പോയപ്പോഴും മമ്മൂട്ടിക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. തിരിച്ച് മോഹൻലാലിന് വേണ്ടി മമ്മൂട്ടിയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇന്ന് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സാറ് പറഞ്ഞതുപോലെ മമ്മൂട്ടിക്ക് ഈ ഒരു രോഗം വന്നത് വലിയ ചർച്ചയായി, സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായി. അതിന് തൊട്ട് പിന്നാലെ മോഹൻലാൽ ശബരിമല പോയത് എല്ലാവരും വാച്ച് ചെയ്തു. അതിനുശേഷമാണ് ഇത് പുറത്തു വന്നത്. അതൊരു വലിയ വിമർശനവും വാർത്തയൊക്കെ ആയിട്ട്. ഇപ്പം ദേവസ്വം ബോർഡിന് എന്താ ഇതാണോ ജോലി? ഓരോരുത്തർക്ക് ആർക്കെല്ലാം വഴിപാട് നടത്തി, ഏതെല്ലാം തരത്തിൽ വഴിപാട് നടത്തി എന്നുള്ളത് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നതാണോ അവരുടെ ജോലി? അതൊന്നുമല്ല, അത് അവരുടെ ജോലിയൊന്നുമല്ല. അത് ഷീട്ടാക്കുന്നു. ഇത് മോഹൻലാൽ എന്നുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രം പത്രക്കാരും ഇത് കണ്ടുപിടിച്ചു ആർക്കാണ് വഴിപാട് നടത്തിയത്. അല്ല, അത് കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. വഴിപാട് നടത്തിയ ഭക്തന് നൽകിയ രസീതിന്റെ ഭാഗമാണ് പുറത്തു വന്നത്. ദേവസ്വം സൂക്ഷിക്കുന്ന കൗണ്ടർ ഫോയിലാണ്. രസീതിന്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തിയ ആൾക്ക് കൈമാറി. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയുമില്ല. ഇത് പത്രക്കുറിപ്പിൽ ബോർഡ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ ദേവസ്വം ബോർഡിലുള്ള ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കുക, പുറത്ത് പത്രക്കാരോട് പറഞ്ഞു മോഹൻലാൽ ഇവിടെ വന്നപ്പോൾ വഴിപാട് നടത്തി മമ്മൂട്ടിയുടെ പേരിൽ, പിന്നെ വിശാഖ നക്ഷത്രത്തിലാണ് മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് നടത്തി. അത് അവിടെ ഷീട്ടാക്കിയ ആൾ പത്രക്കാരനോട് പറഞ്ഞു എന്ന് വിചാരിക്കുക, എന്ത് ചെയ്യാൻ? അതൊന്നും ഒരു കൊലക്കുറ്റമൊന്നുമല്ലെന്നേ, ഒരു വഴിപാട് നടത്തി. അത് പുറത്തു വിട്ടത് വലിയൊരു തെറ്റായിട്ടാണ് മോഹൻലാൽ. ഇതാരാണ് മറ്റേ ഈ ഇവിടുത്തെ SDPI-കാരന്മാരും പോപ്പുലർ ഫ്രണ്ടിനും മത തീവ്രവാദികൾക്കാണ് അത് സൂചിക്കാത്തത്. ശബരിമല എന്ന് പറയുന്ന ഒരു മതേതര ഇടമാണ്. ശബരിമല തീർത്ഥാടന കാലത്ത് കേരളത്തിൽ മറിയുന്നത് 3000-4000 കോടി രൂപയാണെന്നാണ് ഇവിടെ പ്ലാനിംഗ് ബോർഡ് പഠനം നടത്തി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കച്ചവടം നടത്തുന്നതിൽ ബഹുഭൂരിപക്ഷം ആരാന്നറിയാം? മുസ്ലിം സമുദായത്തിലുള്ളവരാണ്. അവരതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നു. അപ്പോൾ ഒരു തീർത്ഥാടന കാലം മുഴുവന് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നു. ഏതാണ്ട് 25 മുതൽ 35 ലക്ഷം വരെ പേരതിൽ പങ്കുചേരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ കച്ചവടം ചെയ്യുന്നതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അതിൻ്റെ ഗുണമല്ലേ ഉണ്ടാകുന്നത്? പിന്നെ ഉടനെ അല്ല, ഇപ്പൊ അബ്ദുള്ള പറഞ്ഞത് അദ്ദേഹം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. മമ്മൂട്ടി മാപ്പ് പറയണം എന്ന് പറയുമ്പോഴും പല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുമാണ് ഇത്തരത്തിൽ ശബരിമലയിലും ആറ്റുകാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒക്കെ നടക്കൽ വന്നിരുന്ന് പൂവും ഈ പറയുന്ന കർപ്പൂരവും അങ്ങനെ പലവിധ കാര്യങ്ങൾ ഈ ഹോട്ടലുകൾ ഇട്ടിട്ടുള്ളവരുണ്ട്, പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഇട്ടിട്ടുള്ളവരുണ്ട്. അങ്ങനെ എന്തെല്ലാം വ്യാപാരങ്ങളാണ്. അതേപോലെ തന്നെ പലഹാരങ്ങൾ വിൽക്കുന്ന ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അപ്പൊ ഇവരെല്ലാം തൗബ ചെയ്യണ്ടേ? ഇവരെല്ലാം മറ്റു ഈ മുസ്ലിം വിഭാഗത്തോട് മാപ്പ് പറയേണ്ടിയിരിക്കത്തില്ലേ? അപ്പൊ ഇവരുടെ വരുമാന മാർഗമാണ് ഇത്. അപ്പൊ അത് ഇല്ലാതാക്കിക്കൊണ്ട് എന്നും തൗബ ചെയ്യേണ്ടി വരും, എന്നും മാപ്പ് പറയേണ്ടി വരത്തില്ലേ? ഈ അബ്ദുള്ളയും ടീമിനെയൊക്കെ സൂക്ഷിക്കണം. പണ്ട് പിന്നെ ശബരിമല തീ വച്ച സംഭവമുണ്ട്, അറിയാമോ? കാട്ടിൽ ഒരു ഭ്രാന്തനുണ്ടായിരുന്നു, അയാളാണ് തീ വെച്ചത്. വളരെ തുച്ഛമായ പൈസ കൊടുത്തുകൊണ്ട് 20 രൂപയും കണ്ട കൊടുത്തപ്പോൾ. അതിന് പിന്നിൽ ഏത് സമുദായമാണെന്നോ ഏത് കുടുംബമാണെന്നുള്ളതും കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പറയുന്നത് ശരിയല്ല ഇപ്പം. അതുപോലെ ഇനിയിപ്പോൾ ഇവരെ സൂക്ഷിക്കണം. ഇവർ മത തീവ്രവാദികളാണ്. ഇവർ തക്കം കിട്ടിയാൽ ശബരിമല കത്തിക്കാൻ ഇറങ്ങുന്നവന്മാരാണ്. മമ്മൂട്ടിയുടെ പേരിൽ അർച്ചന നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് ചെന്ന് യേശുദാസിൻ്റെ പേരിൽ അവിടെ അർച്ചന നടത്തില്ല. യേശുദാസ് പാടുന്ന ഹരിവരാസനത്തോടുകൂടിയാണ് രാത്രിയിൽ അവിടെ നടയടയ്ക്കുന്നത്. ആ കാനനം മുഴുവൻ ഇത് കേൾക്കാമെന്നുള്ളതാണ്. യേശുദാസിന്റെ സ്വരമാണ് അവിടെ കേൾക്കുന്നത്. യേശുദാസ് എത്രയോ വട്ടം കെട്ട് നിറച്ച് 18-ാം പടി ചവിട്ടി ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവിധ സൗകര്യവും ദേവസ്വം ബോർഡ് ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും അദ്ദേഹം ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഒക്കെ അർച്ചന നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഇതിന്റെ മോഹൻലാലിന്റെ കൂടെ ഉള്ളവർ ഇത് വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി, എനിക്ക് തോന്നുന്നു യേശുദാസ് ക്രിസ്ത്യൻ ഗാനങ്ങൾ ആലപിച്ചതിനേക്കാളും ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ളത് ഹൈന്ദവ മതവിഭാഗത്തിലെ ഗാനങ്ങൾ, ഭക്തിഗാനങ്ങളാണ് അല്ലേ? ഒരുപാട് ഭക്തിഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്തോരം കുറ്റം പറയും. ഗുരുവായൂർ പാട്ട് പാടി, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ വരും അല്ലേ, ഓടക്കുഴൽ ഞാൻ ചോദിക്കുമെന്ന്, ചോദിച്ചു തന്നില്ല ഞാൻ പിടിച്ചെടുക്കുമെന്നുള്ള അർത്ഥത്തിലാണ് എന്നുള്ളത് കൂടിയാണ്.
അപ്പോൾ അല്ല, എന്തായാലും അദ്ദേഹത്തിന് വലിയൊരു ഭക്തിയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നതും ശബരിമല എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം ഒരു ഭക്തിയിലാണ്, എപ്പോഴും മൂകാംബികയിലാണ് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ നമുക്ക് പിന്നെ സന്തോഷിക്കാം, ശബരിമല എന്നും എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ എന്ന്. എത്ര വിവാദം വന്നാലും ആ വിവാദങ്ങളെല്ലാം അതിജീവിക്കുന്നതുമാണ് ശബരിമല. പണ്ടൊരു സിനിമാ നടി ഓടി ശ്രീകോവിൽ കയറിയെന്നൊക്കെ പറഞ്ഞ് ഒരു പരപ്പനങ്ങാടിയിലെ ഒരു ജ്യോത്സ്യം പറഞ്ഞതാണ്. ഒരു ശുദ്ധ ഭോഷ്ക് തരമാണെന്ന് പറഞ്ഞ്, മണ്ടത്തരം പറഞ്ഞ്, അതിനകത്ത് അങ്ങനെ ഓടിക്കയറാനൊന്നും പറ്റത്തൊന്നുമില്ല. അതൊക്കെ ആ വിവാദങ്ങളെല്ലാം അതിജീവിച്ചില്ലേ ശബരിമല. ശബരിമലയുടെ ശ്രീകോവിലിൻ്റെ കൺസ്ട്രക്ഷൻ അത്തരത്തിലാണ്. അതിന് വലിയ അളവുണ്ട് ശ്രീകോവിലിൽ നിർമ്മിച്ചിരിക്കുന്നത്. പരശുരാമനാണ് നിർമ്മിച്ചിരിക്കുന്നത്. പരശുരാമൻ മാത്സിൻ്റെ അപാര കാലനാണ്, അറിയാമോ? അത് ഓരോ നിർമ്മാണത്തിനും അതിൻ്റേതായ വാസ്തുശാസ്ത്രം, തച്ചുശാസ്ത്രവും ഒക്കെ ഉണ്ട്. അതിൽ വിദഗ്ധനാണ് പരശുരാമൻ. അത്തരത്തിലാണ് ആ ശ്രീകോവിലിൻ്റെ നിർമ്മാണവും. അതുകൊണ്ട് വിവാദങ്ങളെ എന്നും അതിജീവിച്ചിരിക്കും ശബരിമല.